ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തലമുറകളുടെ മേൽ ന്യായവിധി വരും. യിരെമ്യാ 32:18. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-18 വാക്യം. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ന്യായവിധി, ദേശത്തിന്മേൽ ന്യായവിധി, ഭൂമിയിൽ ന്യായവിധി, തലമുറയുടെ മേൽ ന്യായവിധി വരും. ദൈവത്തിന് സ്തോത്രം. ദൈവം കോപിക്കുന്ന ദൈവമല്ല, ദൈവം സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. സ്നേഹമാണ്. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ മുറിയിൽ ഒരുപക്ഷെ മെഴുകുതിരി എത്തിച്ച് വെച്ചിരിക്കുമ്പോൾ, കറണ്ടില്ല, ലൈറ്റ് തെളിയുന്നില്ല, മെഴുകുതിരി എത്തിച്ച് വെച്ചിരിക്കുമ്പോൾ ഒരു വയസ്സുള്ള കുട്ടി പയ്യെ വെച്ച് നിന്ന്, അല്ലെങ്കിൽ മുട്ടിൽമേൽ ചെന്ന് ആ തീയിൽ പിടിക്കാൻ ചെന്നാൽ നിങ്ങൾ ഉടനെ കൈ തട്ടി മാറ്റില്ലേ? എന്തുകൊണ്ട്? കുട്ടിയോട് കോപം ഉണ്ടായിട്ടില്ല. മോനെ കൈ പൊള്ളും, മോനെ കൈ പൊള്ളും, മോളെ കൈ പൊള്ളും എന്താ പറയുന്നത്? കൈ പൊള്ളാനല്ല, പൊള്ളാതിരിക്കാനാണ്. കർത്താവിൻ്റെ വചനം അങ്ങനെയാണ്. നമുക്ക് ഉപദേശം തരികയാണ്, സ്നേഹത്തിൻ്റെ ഉപദേശം തരികയാണ്. നമ്മൾ നന്നാക്കിയെടുക്കാനായിട്ട്, നമുക്ക് കർത്താവിന് രണ്ടാമത്തവരിന് വേണ്ടി നമ്മളെ ഒരുക്കാനായിട്ട് ദൈവം നമുക്ക് സ്നേഹത്തിന് ഉപദേശം തരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. എന്താണത്? പ്രഭാതം പ്രകാശമുള്ളതാണ്. പ്രഭാതം വെളിച്ചമുള്ളതാണ്. പ്രഭാതം നല്ല അരുണാഭയുള്ളതാണ്, നല്ല ശോഭയുള്ള പ്രഭാതം. ഇലത്തലപ്പുകളിൽ ചെറിയ മഞ്ഞും കണികകൾ അത് തിളങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. പ്രഭാതം ഒരു ഇളങ്കാറ്റുള്ളതാണ്. പ്രഭാതം സന്തോഷപ്രദമായൊരു പ്രഭാതമാണ്. എന്നാൽ രാത്രി ഇരുളാണ്, രാത്രി യാതനയാണ്, രാത്രി കഷ്ടതയാണ്. പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. Your judgment day is dawning now. Turn again to God so that I can give you better news. Turn again to God so that I can give you better news. വേഗം ദൈവത്തിലേക്ക് തിരിഞ്ഞുള്ളൂ. പ്രഭാതം വേണമെങ്കിൽ, പ്രകാശം വേണമെങ്കിൽ, സമാധാനവും സന്തോഷവും വേണമെങ്കിൽ, ജീവിതത്തിൽ ഉല്ലാസം വേണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സംതൃപ്തി വേണമെങ്കിൽ വേഗം ദൈവത്തിലേക്ക് തിരിഞ്ഞുള്ളൂ. ദൈവത്തിന് സ്തോത്രം. Turn again to God so that I can give you better news. നല്ല വാർത്തകൾ പറയാൻ സാധിക്കും. വേഗം ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മതി. നല്ല വാർത്തകൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമായി തീരണം. നമ്മുടെ തലമുറ വഴിതെറ്റി പോകാനിട വരരുത്. ഈ ആകാശവും ഭൂമിയും എല്ലാം ഒഴിഞ്ഞു പോകും, എല്ലാം മാറും. ഒരു പുതിയ ആകാശം ഉണ്ടാകും, ഒരു പുതിയ ആകാശം. അവിടെ വാഴേണ്ടവരാണ് നാം ഓരോരുത്തരും. അവിടെ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടവിടെ പറഞ്ഞു ചെല്ലും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടവിടെ പറഞ്ഞു ചെല്ലും. വാങ്ങിപ്പോയവർ ഉയർത്തെഴുന്നേറ്റവിടെ പറഞ്ഞു ചെല്ലും. ആ കൂട്ടത്തിൽ നാം നിൽക്കേണ്ടതാണ്. നാം നിസ്സാരരല്ല, നാം വിലയേറിയവരാണ്. നമ്മെ എത്രമാത്രം വിലയുള്ളവരായിട്ട് കർത്താവ് കണ്ടു, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ സ്വന്തം ജീവൻ നമുക്ക് മറുപടിയായി കൊടുക്കാൻ തക്കവണ്ണം അത്രമാത്രം നാം വിലയേറിയവരായി നമ്മെ കണ്ടു. നാം ഓരോരുത്തരും വിലയേറിയവരാണ്. കാരണം നമുക്ക് വേണ്ടി തൻ്റെ തിരുരക്തം അവിടുന്ന് ഊറ്റി, തൻ്റെ തിരുരക്തം അവിടുന്ന് ചൊരിഞ്ഞു, കുരിശിലെ മരണം അവിടുന്ന് മരിച്ചു. ഒരു പാവവും ചെയ്യാത്ത കർത്താവായ യേശു ക്രിസ്തു വന്ന് നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു, ക്രൂശിലേറി. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം പുതുമയുള്ള വാർത്തകളല്ല, നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. അറിയാവുന്ന കാര്യങ്ങൾ, പക്ഷെ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു ബോട്ടിങ്ങനെ പോവുകയായിരുന്നു. ആ ബോട്ടിൽ നിറയെ യാത്രക്കാരുണ്ട്. ധാരാളം വെള്ളമുള്ളൊരു കായലാണ്, നിലയില്ലാത്ത വെള്ളം. ബോട്ട് പോയി തുടങ്ങി, പയ്യെ ചായഞ്ഞും പോകുന്നുണ്ട്. എങ്കിലും സാരമില്ല, ആളുകളോട് ശരിയായിട്ട് പിടിച്ച് നിൽക്കാൻ പറഞ്ഞു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടരുതെന്നൊക്കെ പറഞ്ഞു. ബോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു സീറ്റിൽ, അരികത്തുള്ളൊരു സീറ്റിൽ അപ്പൂപ്പൻ്റെ മടിയിലിരിക്കുന്ന ഒരു കൊച്ചുകുട്ടി, അവന് ബോട്ടിൻ്റെ പുറത്തേക്ക് കൈയിട്ട് അവൻ ആ വെള്ളത്തിൽ കൂടി കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നു. രസമാണ്, ഒരു കുഴപ്പമില്ല. വെള്ളത്തിൽ കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത് രസമാണ്. അപ്പൂപ്പനും അതിനെക്കുറിച്ചൊന്നും വേണ്ട മോനെ എന്ന് പറഞ്ഞില്ല. കാരണം ആർക്കും ചെയ്യാവുന്നതാണ്, ചെയ്താൽ കുഴപ്പമുണ്ടാകുന്നതല്ല. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ കുട്ടി അലറി നിലവിളിച്ചു, അയ്യോ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ആ കുട്ടി കൈ ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ മനസ്സിലായത്
ഒരു ചീങ്കണ്ണി ആ കുട്ടിയുടെ കയ്യിൽ വലിച്ചു പിടിക്കുന്നു, കടിച്ച് വലിക്കുന്നു. അതിൻ്റെ കൂർത്ത പല്ലുകൾ ഈ കുട്ടിയുടെ ഇളം തളിരുള്ള ആ കൈകളിലേക്ക് ആഞ്ഞ് തറഞ്ഞു കയറി. കുട്ടി വലിച്ചാൽ പോരിയില്ല, കാരണം എത്രയോ ശക്തനായ ഒരു ചീങ്കണ്ണിയാണ് വലിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ആളുകൾ അമ്പരപ്പിലായി, കാരണം അങ്ങോട്ട് ചീങ്കണ്ണി വലിക്കുന്നതുകൊണ്ട് ബോട്ട് ചെരിയുന്നു. എല്ലാവരും കൂട്ടക്കരച്ചിലായി. ആളുകൾ പറഞ്ഞു, വിട് ആ കുട്ടിയെ വിട്, നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ചാകും. ഈ കായൽ ഈ ഭാഗത്ത് ചീങ്കണ്ണികളുണ്ട്, അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ചാടും, എല്ലാവരും ചീങ്കണ്ണികൾക്ക് ഇരയായിത്തീരും. നിങ്ങളുടെ കുട്ടിയെ അങ്ങ് വിട്ടേക്ക്. ആ കുട്ടിയെ അങ്ങ് വിട്ടാൽ രക്ഷപ്പെട്ടും. അയ്യോ, എൻ്റെ കൊച്ചിനെ ഞാൻ എങ്ങനെ വിടും? ആ അപ്പൂപ്പൻ പാവം വൃദ്ധനായ മനുഷ്യൻ ഇന്ന് കരയുകയാണ്. അയ്യോ, എൻ്റെ കൊച്ചിനെ ഞാൻ എങ്ങനെ വിടും? ആൾ പറയും, നിങ്ങൾ വിടൂ. ആ കുട്ടിയെ ഈ അപ്പൻ ഇങ്ങോട്ട് വലിക്കുന്നു, ചീങ്കണ്ണി കുട്ടിയെ അങ്ങോട്ട് വലിക്കുന്നു. പിടിവിടുകയില്ല, കാരണം ചീങ്കണ്ണിയുടെ പല്ലുകൾ ഇങ്ങനെ കോർത്തുമൂർത്ത പല്ലുകൾ അങ്ങ് കോർത്തിണങ്ങിയിരിക്കുകയാണ്. ആ ശരീരത്തിലേക്ക് അസ്ഥികൾക്കിടയിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും കൂടി മരിക്കുന്നതിന് ഇടവരാതിരിക്കുവാനായിട്ട് ആ അപ്പൻ സ്വന്തം കുഞ്ഞിനെ കൈവിട്ടു. ആ കുട്ടി ആ ചീങ്കണ്ണിയുടെ വായിൽപ്പെട്ട് ചീങ്കണ്ണിയെ കുട്ടിയെയും കൊണ്ടുപോയി. എന്തോ വലിയ നഷ്ടമാണ്. ഓമന കുഞ്ഞ് ചീങ്കണ്ണിയുടെ വായിക്കിരയായി തീർന്നു. ഞാൻ ഈ സംഭവം പറഞ്ഞു തരുന്നറിയാമോ? നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്വർഗീയ പിതാവ് നോക്കിയപ്പോൾ ലോകം മുഴുവൻ പാവത്താൽ വലിച്ചഴിക്കപ്പെട്ട് പിശാച് കൊണ്ടുപോവുകയാണ്. സാത്താൻ, ഭയങ്കര ചീങ്കണ്ണിയായ സാത്താൻ, ദ ഈവിൾ സ്പിരിറ്റ്, മനുഷ്യരെല്ലാം വലിച്ചു കൊണ്ടുപോവുകയാണ്. മനുഷ്യരെല്ലാം വലിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ആ അപകടം വരാതിരിക്കാൻ, ആ നാശം വരാതിരിക്കാൻ, ചീങ്കണ്ണിയുടെ വയലിൽ അകപ്പെടാതിരിക്കാൻ ഒരു കുട്ടിയെ, സ്വന്തം കുട്ടിയെ ചീങ്കണ്ണിക്ക് വിട്ടുകൊടുത്തു. സ്വന്തം ഏകജാതനായ തിരുക്കുമാരനെ ദുഷ്ടപിശാചിന് കർത്താവായ ദൈവം വിട്ടുകൊടുത്തു. അതാണ് ഗോകുൽത്തായിൽ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഗോകുൽത്തായിലെ കുരിശിൽ കാണുന്നതാണ്. നിത്യപിതാവ് മനുഷ്യജാതിയെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി സാത്താൻ്റെ തടവറയിലേക്കും ഭീകരമായ നരകത്തിൻ്റെ ദുരിതത്തിലേക്കും മനുഷ്യൻ പോകാതിരിക്കാൻ വേണ്ടി നിത്യപിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ വിട്ടുകൊടുത്തു, സാത്താൻ വിട്ടുകൊടുത്തു. അതാണ് ക്രൂശീകരണം. ആണ് ക്രൂശിലെ ആ വേദനയതാണ്, ക്രൂശിലെ യാതനയതാണ്. കർത്താവ് പാവം ചെയ്തിട്ടല്ല, ഒരു പാവം ചെയ്തില്ല. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന ഓമനകുമാരൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മെ എല്ലാവരെയും വിടുവിക്കാനാണ്. നിങ്ങളിപ്പോൾ ഇത് മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കൂ. ഞാൻ വിശ്വസിക്കുന്നു, കാരണം എനിക്കത് സമാധാനം തന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്ക് സമാധാനം കിട്ടി, അതുകൊണ്ട് ഞാൻ ഇന്ന് അനുഗ്രഹീതനായിത്തീരുന്നു. നിങ്ങളും വിശ്വസിക്കൂ. എൻ്റെ പാവം മുഴുവനാണ് യേശു ക്രൂസിൽ വഹിച്ചത്. ബുദ്ധി കൊണ്ട് അളന്നു നോക്കിയാൽ കിട്ടുകയില്ല, ബുദ്ധി കൊണ്ട് മനസ്സിലാവുകയുമില്ല. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഫലമില്ല. ഇത് ബുദ്ധിക്കിണങ്ങുന്നതല്ല ഈ കാര്യം, യുക്തിക്കിണങ്ങുന്നതല്ല ഈ കാര്യം. യുക്തിക്കും ബുദ്ധിക്കും അതീതമായി വിശ്വാസത്തിന് മാത്രം ചർച്ചയുള്ളതായ ഒരു കാര്യം, ക്രിസ്തു തൻ്റെ ദിവ്യ ശരീരത്തിൽ എൻ്റെ പാപങ്ങളെ ചുമന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ക്രിസ്തു എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടതെന്ന് വിളിച്ചത്? എന്തിനാണ് ക്രിസ്തു കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞത്? ഗെത്സമനിലെ കർത്താവ് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നിന്ന് നീക്കണമെന്ന് പറഞ്ഞു. എന്തിന്? നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിന്? നിങ്ങളുടെ ഒരാളുടെ തലയിൽ, ചിന്തിക്കാൻ വയ്യ, തലയിൽ ഒരു ചത്ത പട്ടിയുടെ ചീഞ്ഞെളിഞ്ഞ ആ ശരീരം, ചോരയും ചലവും അഴുക്കും എല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ശരീരം നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയാൽ, അത് കൊണ്ടുപോയി നിങ്ങൾ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടെന്ന് പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതുപോലെയാണ് മനുഷ്യജാതിയുടെ പാവം മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു പേറിയത്. പരിശുദ്ധനായ യേശു എൻ്റെ പാവം മുഴുവൻ വഹിച്ചു. ഈ അഴുക്ക് എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇത് ഞാൻ ചുമക്കണമോ പിതാവേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണമേ. ക്രൂശ് ഒഴിവാക്കാനല്ല പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണമേ. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ പിതാവേ, എനിക്ക് വഹിക്കാൻ വയ്യല്ലോ ഈ പാവം. ഞാൻ ഏറ്റവും വെറുക്കുന്ന പാവമാണല്ലോ എൻ്റെ തലമേൽ ഞാൻ വഹിക്കുന്നത്. മനുഷ്യജാതിയുടെ പാവം മുഴുവൻ എൻ്റെ മേൽ ഏൽപ്പിച്ചതിനാൽ, എൻ്റെ മേൽ ചുമത്തിയതിനാൽ, പിതാവേ, ഞാനിതെല്ലാം വഹിക്കേണ്ടി വരുമല്ലോ. ഞാൻ എങ്ങനെ വഹിക്കും?
അതാണ് ക്രൂശിന്മേൽ കിടന്ന് എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടെന്ന് നിലവിളിച്ചത്. ദൈവവും കൈവിട്ടു. കാരണം പാപമാക്കപ്പെട്ട മിശിഹ ക്രൂശിന്മേൽ കിടക്കുന്നു. ക്രിസ്തു പാപമാക്കപ്പെട്ടു. ക്രിസ്തു പാപിയായി എന്നല്ല, പാപം ക്രിസ്തുവിനെ ആരോപിച്ചു. അങ്ങനെ പാപമാക്കപ്പെട്ട മിശിഹ ക്രൂശിന്മേൽ കിടക്കുന്നു. ഞാനെങ്ങനെ വഹിക്കും? പിതാവ് നോക്കിയപ്പോൾ പുത്രനമ്പുരാൻ പാപം വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങോട്ട് നോക്കാൻ വയ്യ. പിതാവിന് പാപത്തെ അശുദ്ധിയെ കാണാൻ വയ്യ. അതുകൊണ്ട് പിതാവ് നോക്കിയപ്പോൾ നമ്മുടെ പാവം മുഴുവൻ ഈ പുത്രനമ്പുരാൻ ഏറ്റതുകൊണ്ട് പിതാവിൻ്റെ മുഖം മറച്ചു കളഞ്ഞു. പാവിയുടെ നേരെ മുഖം മറച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ട് നിന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കർത്താവ് ക്രൂശിന്മേൽ കിടന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾ പറയണം, കർത്താവേ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ഞാനൊരു പാപിയാണ്. എനിക്കൊന്നെനിക്കറിയാം, എൻ്റെ ഹൃദയത്തിൽ പാവമുണ്ട്. പുറമേ പാവം ഇല്ലാത്തപ്പോൾ ഹൃദയത്തിൽ പാവമുണ്ട്. മദ്യപാനമില്ല, വ്യഭിചാര ജീവിതമില്ല, മോഷണമില്ല, കവർച്ചയില്ല, വഴക്കില്ല, കലഹമില്ല. പക്ഷേ എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ പാവമുണ്ട്. ഞാൻ ലോകസ്നേഹം പൂണ്ടിരിക്കുന്നു. ലോകസ്നേഹം. ലോകത്തിൽ മനുഷ്യനെ മാനിക്കണം, മനുഷ്യനെ ബഹുമാനിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, ഞാൻ നല്ല വിളയെ ജീവിക്കണം, എല്ലാവർക്കും എന്നെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം ഉണ്ടായിരിക്കണം എന്നുള്ള ചിന്ത എനിക്കുണ്ട്. അതൊരു പാവമാണ്, അതൊരു ഈഗോയാണ്, അതെൻ്റെ സ്വയമാണ്. കർത്താവേ, എൻ്റെ പാവം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ഈ പാവം നീ മാറ്റി തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് മാറ്റുവാനാണ് കർത്താവായ യേശു ക്രൂസിൽ മരിച്ചത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രഭാതം രാത്രി വന്നിരിക്കുന്നു. പ്രഭാതം. വിശുദ്ധന്മാർ കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ അവർക്ക് പ്രഭാതമാണ്. വിശുദ്ധന്മാർ കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നുയരുന്ന മനോഹരമായ അനുഭവമാണ്. രണ്ടാമത്തെ വരയിൽ വിശുദ്ധന്മാർ പറന്നുയരും. സന്തോഷമാണ്, ആനന്ദം അലതല്ലുന്ന നിമിഷങ്ങളാണ്. ആകാശമേഘങ്ങളിൽ കർത്താവിനെ ഇരിപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന സമയമാണ്. എന്നാൽ അത് പ്രഭാതമാണ്, വിശുദ്ധന്മാർക്ക് പ്രഭാതം. എന്നാൽ അതേ സമയത്ത് തന്നെ വേറെ കൂട്ടം ആളുകൾക്ക് അത് നരകത്തിൻ്റെ ഭീകരതയാണ്. അത് അവർക്ക് രാത്രിയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തിനെ കൈക്കൊള്ളും, മറ്റേ ഉപേക്ഷിക്കും. ഒരേ സൺഡേ സ്കൂളിൽ പ്രവർത്തിക്കുന്നു, ഒരാളെ സ്വീകരിക്കുന്നു, മറ്റേയാളെ ഉപേക്ഷിക്കുന്നു. ഒരേ മർത്തോണികൻ്റെ സമയത്തിൽ നിൽക്കുന്നു, ഒരാളെ സ്വീകരിക്കുന്നു, മറ്റേയാളെ ഉപേക്ഷിക്കുന്നു. ഒരേ യങ് മെൻ ഫെലോഷിപ്പിൽ നിൽക്കുന്നു, ഒരാൾ സ്വീകരിക്കുന്നു, മറ്റേയാളെ ഉപേക്ഷിക്കുന്നു. ഒരാൾക്ക് പ്രഭാതം, മറ്റേയാൾക്ക് രാത്രി, ഒരേ സമയത്ത് തന്നെ. മനസ്സിലായല്ലോ? ഒരാൾക്ക് പ്രഭാതം, മറ്റേയാൾക്ക് രാത്രിയായി മാറുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രഭാതം കിട്ടുന്ന ആർക്കാണ്? ഒരു ബെയർ മൈനോറിറ്റി, വളരെ ചെറിയൊരു ന്യൂനപക്ഷം, വളരെ ചെറിയ ന്യൂനപക്ഷം, കുറച്ച് പേര് മാത്രം. ത്യാഗം സഹിച്ചും നിന്ന വഹിച്ചും ആക്ഷേപം സഹിച്ചും അവമാനമേറ്റും എല്ലാവരും ഒറ്റപ്പെടുത്തിയും സകലരും തെറ്റിദ്ധരിച്ചും അങ്ങനെ കിംവദന്തികൾ കേട്ട് പലരും പറഞ്ഞു പരത്തുന്നതിനെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു പരത്തിയും അങ്ങനെയെല്ലാം നാം ഉപേക്ഷിക്കപ്പെട്ടവരായി തീരുമ്പോൾ നാം ഭാഗ്യശാലികളായി മാറുകയാണ്. പ്രഭാതം കോരുകയാണ്. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിനോടുകൂടെയുള്ളവരെ, ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ, ക്രിസ്തുവിൽ വസിക്കുന്നവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവർ, അവർ അനേകം ആക്ഷേപങ്ങൾ സഹിച്ചു, അനേകം ഉപദ്രവങ്ങൾ നേരിട്ടു. എന്തെന്ത് പീഡകൾ നേരിട്ടു. നമുക്ക് ഓർക്കാൻ നോക്കുകയ്യ. ഒരുപക്ഷേ നമ്മുടെ ഈ ഭാരതഭൂമിയിലൂടെ ഈ കേരളക്കരയിലും ഒരുപക്ഷേ ഇങ്ങനെ പീഡകൾ ഉണ്ടാകുമോ ആർക്കറിയാം? ഉണ്ടാകില്ലെന്ന് പറയാൻ ഒക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പീഡകൾ വരും. അന്ന് ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ എത്ര പേരുണ്ടാകും? നിങ്ങൾ സ്വയം ശോധന ചെയ്താൽ കൊള്ളാം. മരിക്കേണ്ടി വന്നാലും ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുകയില്ലെന്ന് പറയാൻ തക്കവണ്ണം നിങ്ങൾക്കൊരു ഉറപ്പുണ്ടോ? മരിക്കേണ്ടി വന്നാലും, എന്തെല്ലാം ദണ്ഡങ്ങൾ എടുക്കേണ്ടി വന്നാലും ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുകയില്ല. കോറി ടെൻബൂം എന്ന് പറയുന്നൊരു മഹതി ഉണ്ടായിരുന്നു. കോറി ടെൻബൂം, ആ മഹതിയോളുടെ സഹോദരിയും ഒരു ദിവസം അവർ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ അപ്പനെ പട്ടാളക്കാരൊന്ന് പിടിച്ചുകൊണ്ട് പോയി. അപ്പനെ എവിടെ കൊണ്ടുപോയി എന്നവർക്ക് അറിഞ്ഞുകൂടാ. അപ്പനെ കണ്ടിട്ടില്ല. അടുത്ത ദിവസം അമ്മയെ പിടിച്ചുകൊണ്ട് പോയി. അമ്മയെ എവിടെ കൊണ്ടുപോയി എന്ന് അറിഞ്ഞുകൂടാ, കണ്ടില്ല. പിറ്റേ ഒരവസരത്തിൽ ആ പടയാളികൾ വന്ന് ഈ പെൺകുട്ടികളുടെ മൂത്ത കുട്ടിയെ, കോറി ടെൻബൂവിൻ്റെ ജ്യേഷ്ഠത്തിയെ ഏറ്റവും ഹീനമായി ആക്രമിച്ചു. ഏറ്റവും മ്ലേച്ഛമായി അവളോട് പെരുമാറി പ്രവർത്തിച്ചു. എല്ലാം കോറി ടെൻബൂം കണ്ടുകൊണ്ടിരുന്നു. പിന്നീട് ഈ കോറി ടെൻബൂവിനെയും
അവരുടെ സഹോദരിയെയും ജയിലിലിട്ടു. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു ഒറ്റ കാരണം കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ആ ജയിലിൽ കിടക്കുമ്പോൾ ഈ കോറി ടെൻ ബൂം പറഞ്ഞു, ഈ വലിയ ജലദോഷം, വല്ലാതെ തലവേദന എടുക്കുന്നു, ഈ ജയിലിൽ ഒരു കർച്ചീഫ് ഒന്നും കിട്ടില്ലല്ലോ, എന്നാ ചെയ്യുന്നത്, എനിക്കൊരു കർച്ചീഫ് കിട്ടിയിരുന്ന് കൊള്ളാമായിരുന്നു. ഉടനെ അവളുടെ ജ്യേഷ്ഠത്തി പറഞ്ഞു, മോളി നീ പ്രാർത്ഥിക്കുക, നമ്മുടെ കർത്താവ് നിനക്ക് തരും. അല്ല, എവിടെ നിന്ന് തരാനാ കർത്താവ്, ഇവിടെ കൊണ്ടു തരാൻ, എവിടെ നിന്ന് തരാനാ? മോളി നീ പ്രാർത്ഥിക്കുക, കർത്താവ് നിനക്ക് കൊണ്ടുവന്ന് തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജനലിൻ്റെ അടുക്കലൊരു മുട്ട് കേട്ടു. നോക്കിയപ്പോൾ ജനലിൻ്റെ അടുക്ക് മുട്ടുന്നു, വാതിൽ തുറന്നു, ജനൽ വാതിൽ തുറന്നു, കതക് തുറന്നു. അപ്പോൾ വെളിയിൽ ഇരുമ്പഴികൾക്ക് പുറത്ത് ഒരാൾ നിൽക്കുക. ആൾ പറഞ്ഞു, ഞാൻ ഈ ടവൽ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ടവൽ കൊണ്ടുവന്ന് അങ്ങേ ജയിലിൻ്റെ മറ്റേ അറയിലുള്ള അവിടെ ഒരു ടെൻബും ഒരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് കൊണ്ടുപോയി കൊടുക്കൂ എന്ന്. അതുകൊണ്ട് ഞാൻ വന്നതാണ്. ഇതാണോ ടെൻബൂവിൻ്റെ മുറി? അത് ഞാൻ തന്നെയാണ് ടെൻബൂം. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ ഇരിക്കുന്നത് എൻ്റെ കർത്താവ് കാണുന്നു, നിങ്ങളോരോരുത്തരിക്കുന്ന കർത്താവ് കാണുന്നു. പോരാ, എൻ്റെ ഹൃദയവിചാരങ്ങൾ കർത്താവ് കാണുന്നു, നിങ്ങളുടെയും ഹൃദയത്തിൽ ചിന്തകൾ കർത്താവ് കാണുന്നു. യേശുവിന് മറഞ്ഞിരിക്കുന്നൊന്നുമില്ല, എല്ലാം യേശു കാണുന്നു. യേശു നമ്മെ സ്നേഹിക്കുന്നു, യേശു നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ആ യേശു ഇന്ന് നിങ്ങളെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട്, നിങ്ങളുടെ അരികത്ത് വന്ന് നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു, മോനെ, നിനക്ക് ഞാൻ എൻ്റെ സ്നേഹം തരാം. മോളെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ രക്തം ചിന്തിയത്. എൻ്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കും. കഴിഞ്ഞതെല്ലാം ഞാൻ മായ്ച്ചു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചെങ്കിലും എല്ലാം ഞാൻ മായ്ച്ചു തരാം. എന്തെല്ലാം സംഭവിച്ചു പോയെങ്കിലും, പുറത്ത് പറഞ്ഞ് അറയ്ക്കുന്നതായ കാര്യങ്ങൾ സംഭവിച്ചു പോയെങ്കിലും, മോളെ, എല്ലാം ക്ഷമിച്ചു തരാം. മോനെ, എല്ലാം മായ്ച്ചു തരാം. ക്രിസ്തുയേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നല്ലവനായ യേശുവിനെ നിങ്ങൾക്ക് വേണമോ? പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. നാം രാത്രിയുടെ മക്കളായി തീരരുത്. നാം ന്യായവിധിയുടെ അനുഭവത്തിലേക്ക് പോകരുത്. യുവർ ജഡ്ജ്മെൻ്റ് ഈസ് ഡോണിങ് നൗ. ന്യായവിധി ദിവസം ഇതാ പുലരാൻ പോകുന്നു, വെളുക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നീ ഇരുളിൻ്റെ അധികാരത്തിന് അപസമ്മതനായി പോകരുത്. നീ ഇനിയും വെളിച്ചത്തിൻ്റെ മകളായി ജീവിക്കുക, വെളിച്ചത്തിൻ്റെ മകനായി ജീവിക്കുക. നീ ഇനിയും പാപത്തിലേക്ക് പോകരുത്. കർത്താവിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ 17-ാമത്തെ വയസ്സിൽ ഒരു തീരുമാനമെടുത്തു. ഞാൻ തീരുമാനമെടുത്തെന്ന് പറയുന്നത് എന്നെക്കൊണ്ട് കർത്താവ് എടുപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യവശാൽ അരുതാത്ത കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആ കാലങ്ങളിലൊക്കെ ഞാൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. കാരണം അപ്പനില്ലാത്തൊരു മോൻ, ഒരു വയസ്സിൽ അപ്പം മരിച്ചുപോയ ഒരു മോൻ, പാവം, എന്നോട് എല്ലാവർക്കും സഹതാപമായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും ഉള്ള ഒരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുസ്ലിം സഹോദരന്മാരാണ് താമസിക്കുന്നത്. കുറേ പേരുണ്ട്. ഞങ്ങളുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഹൈന്ദവ സഹോദരങ്ങളാണ് താമസിക്കുന്നത്. ഹൈന്ദവ കുടുംബങ്ങളാണ്. ഞങ്ങളുടെ ഫാമിലി ഉള്ള ആ വീടുകളെല്ലാം ഈ നടുക്ക് ആണ്. ഈ രണ്ട് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നടുക്കാണ്. രണ്ട് കൂട്ടർക്കും എന്നെ സ്നേഹമായിരുന്നു. ഹിന്ദുക്കൾക്കും അതെ, മുസ്ലിങ്ങൾക്കും അതെ. കാരണം അപ്പനില്ലാത്ത മോൻ, പാവം, അനാഥനായ ഞാനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും മാത്രം. ഞാൻ നിരാശ കൊണ്ട് തല താഴ്ത്തിയ മനുഷ്യനാണ്. ഞാൻ തകർന്നു പോയൊരു മനുഷ്യനാണ്. 10ാം ക്ലാസ്സിൽ പഠിത്തം പൂർത്തിയായി പോയി, തീർന്നുപോയി. പിന്നെ പഠിക്കാൻ സാധ്യമല്ല. പാടത്ത് കുറച്ച് കൃഷിയുണ്ട്, വേലക്കാർ ചെയ്യും, പക്ഷേ അവരൊക്കെ ആക്കി അഴിക്കണമല്ലോ. അതുകൊണ്ട് കൃഷി കാര്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിരാശ കൊണ്ട ജീവിതം, തലവെക്കാൻ സാധിക്കുമായിരുന്നില്ല. അപകർഷത ബോധം, ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എന്ന് പറയില്ലേ, അപകർഷത ബോധം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അന്ന് ഞങ്ങളുടെ പള്ളിയിലെ വികാരി എൻ്റെ കൊച്ചപ്പനാണ്. അച്ഛൻ വിളിച്ചു പറഞ്ഞത്, ഒരാൾ നമ്മുടെ പള്ളിയിൽ വരുന്നുണ്ട് സുവിശേഷം പ്രസംഗിക്കാൻ.
ഒരു രാത്രി ഉണ്ടാവും, നിങ്ങൾ ഈ ഇടവയിലുള്ള എല്ലാവരും വരണമെന്ന് പറഞ്ഞു. ആളുകൾ പോയി. ഞാനും അമ്മയും പെങ്ങളും പോയി, പെര കൂട്ടിയിട്ട് പോയി. ഞാൻ പ്രസംഗം ആദ്യം ശ്രദ്ധിച്ചില്ല, കാരണം എനിക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല. 2 നേരം പ്രാർത്ഥനയുണ്ട്, നമസ്കാരങ്ങളെല്ലാം കൃത്യമായിട്ട് ചൊല്ലുന്നു, കുമ്പിട്ട് നമസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു. പിന്നെ ആ കാലങ്ങളിലൊക്കെ ഞാൻ ഈ സ്ലീഹ വായിക്കുന്നതും പഴം വായിക്കുന്നതൊക്കെ ഞാൻ താഴെ നിന്നുകൊണ്ട്, ഞാൻ കുപ്പായ ഇടാതെ താഴെ നിന്നുകൊണ്ട് ഞാൻ അതെല്ലാം ചെയ്തിരുന്നു. അങ്ങനെ പള്ളിയായിട്ട് അതുപോലെ ബന്ധപ്പെട്ട് കഴിയുന്ന ഒരാൾ. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, എനിക്കിങ്ങനെ പ്രസംഗം കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, പാവികൾക്കല്ലേ ഇതിൻ്റെ ആവശ്യം എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ഒരു നീതിമാനായിട്ട് ഞാനവിടെ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രസംഗം പറഞ്ഞു, ഇവിടെ പുറമേ പാവമൊന്നും ഇല്ല, പക്ഷേ അകം മുഴുവൻ ചീഞ്ഞിരിക്കുന്ന ചിലരുടെ ഇരിപ്പുണ്ട്. പുറമേ പാവമൊന്നുമില്ല, ശരിയാ, എനിക്കങ്ങനെയാണ്. അകം ചീഞ്ഞിരിക്കുന്നു, അവിടെ ദുർഗന്ധമുണ്ട്, അവിടെ അഴുക്കുണ്ട്, അഴുക്ക് വികാരങ്ങളുണ്ട്, മ്ലേച്ഛമായ മോഹങ്ങളുണ്ട്, ചിലരോട് വൈരാഗ്യമുണ്ട്, ചിലരുടെ പകയുണ്ട്, ചിലരെക്കുറിച്ച് മുൻവിധിയുണ്ട്, തീർത്താൽ തീരാത്ത വിദ്വേഷമുണ്ട് ചിലരോട്, അവിടെ ഭയങ്കരമായ നിരാശയുണ്ട്. അങ്ങനെയുള്ള ചിലരുടെ ഈ പള്ളികത്തിരിപ്പുണ്ട്. ഞാൻ പെട്ടെന്ന് തല ഉയർത്തി നോക്കി. അപ്പോൾ ഭാഗ്യം അദ്ദേഹം എൻ്റെ നേരെ കൈ വിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയതായിരിക്കാം. ഞാൻ തല താഴ്ത്തി, കർത്താവ് അത് ഞാനാണ്. കർത്താവേ, എൻ്റെ ഉള്ളം ചീഞ്ഞിരിക്കുന്നു, എൻ്റെ ഹൃദയം ചീത്തയായിരിക്കുന്നു. ചീത്ത വിചാരങ്ങൾ, മലിനമായ വികാരങ്ങൾ, മ്ലേച്ഛമായ മോഹങ്ങൾ, അരുതാത്ത പ്രവൃത്തിയിലേക്കൊന്നും പോയില്ല കർത്താവേ. വാക്കും അരുതാത്തൊന്നും വന്നിട്ടില്ല, ചീത്ത വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഹൃദയം, ചിന്ത ഏറ്റവും ഹീനമാണ്. ഞാൻ പയ്യെ എങ്ങലിരിക്കാൻ തുടങ്ങി. കരച്ചിൽ പൊട്ടി വന്നപ്പോൾ ഞാൻ തല താഴ്ത്തി പിടിച്ചു, ആരും കാണാതിരിക്കാൻ. പക്ഷേ ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയി, ഇന്നു മുതൽ ഞാൻ യേശുവേ നിൻ്റെ വക, ഇന്നു മുതൽ യേശുവേ ഞാൻ നിൻ്റെ വക. അന്ന് എനിക്കറിയാം, യേശു ഈ സാധു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു. ജനാഥനായ എൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു. അവൻ എൻ്റെ കാര്യങ്ങളെ അവൻ ഏറ്റെടുത്തു. പഠിത്തം മുന്നോട്ട് പോയി. ജീവിതം ഒന്നൊന്നൊന്ന് കർത്താവ് അഭിവൃദ്ധിപ്പെടുത്തി. അനുഗ്രഹീതമായ സമാധാനമുള്ള കുടുംബജീവിതം തന്നു. ഐശ്വര്യകരമായ എല്ലാ രംഗങ്ങളും കർത്താവിനെ നിർത്തി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ യേശു ജീവിക്കുന്നുണ്ട്. കർത്താവായ യേശു ജീവിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കാം. വേണമെങ്കിൽ യേശുവിനെ നിങ്ങൾക്ക് കൈക്കൊണ്ടുകൊണ്ട് യേശുവിനോടുകൂടെ നിങ്ങൾക്ക് നടന്നു പോകാം. യേശുവിനോട് സംഭാഷണം ചെയ്തുകൊണ്ട് പോകാം. നിങ്ങൾക്ക് യേശുവിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകാം. നിങ്ങൾക്ക് ഏകാന്ത രാവുകളിൽ നിങ്ങൾക്ക് യേശുവിനോട് സംസാരിക്കാം. നിങ്ങളുടെ ഭാര്യ ഉറങ്ങി, അല്ലെങ്കിൽ ഭർത്താവ് ഉറങ്ങി, മക്കളുറങ്ങി, പ്രായമായ അമ്മയും അപ്പനും ഉറങ്ങി, നിങ്ങൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരുന്ന് യേശുവിനോട് സംഭാഷണം ചെയ്യാം, വർത്തമാനം പറയാം. ഉത്തമ സുഹൃത്താണ് യേശു, ഉത്തമ സ്നേഹിതനാണ് യേശു. യേശു നിങ്ങളുടെ നാഥനാണ്. പാവം എല്ലാം പോക്കും, എല്ലാ പാവവും മാറ്റും. നിങ്ങളിലെ പ്രഭാതം ഉദിക്കും, പ്രഭാതം ഉദിക്കും. ന്യായവിധിയിലേക്ക് പോകേണ്ടി വരികയില്ല. റോമർ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. ന്യായവിധിയിലേക്ക് പോകേണ്ടി വരികയില്ല, ശിക്ഷാവിധിയിലേക്ക് പോകേണ്ടി വരികയില്ല. റോമർ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ തന്നെ ശിക്ഷാവിധി മാറും. ഇപ്പോൾ തന്നെ ന്യായവിധി മാറും. ഇപ്പോൾ തന്നെ ശിക്ഷാവിധി മാറും. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എല്ലാം മാറും, എല്ലാം മാറ്റും. ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭാരങ്ങൾ ക്രിസ്തുവിനോട് നിങ്ങൾ പറയുക, രോഗങ്ങൾ നിങ്ങൾ ക്രിസ്തുവിനോട് പറയുക, നിങ്ങളുടെ ബാധകൾ ക്രിസ്തുവിനോട് പറയുക, നിങ്ങളുടെ ആവശ്യങ്ങൾ ക്രിസ്തുവിനോട് പറയുക, നിങ്ങളുടെ ആകുലങ്ങൾ ക്രിസ്തുവിനോട് പറയുക, നിങ്ങളുടെ ആകുലാധികൾ ക്രിസ്തുവിനോട് പറയുക. എല്ലാം പറയാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിഷാദങ്ങളെല്ലാം തുറന്നു പറയാം. എല്ലാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ വലഞ്ഞുപോയ അവസരങ്ങളിൽ ക്രിസ്തുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ നീ എന്നെ സഹായിക്കാൻ ഓടി വരണമേ എന്ന്. കർത്താവേ നിൻ്റെ വീര്യമുള്ള ഭുജബലം ഉണർത്തി എൻ്റെ രക്ഷയ്ക്കായി വരണമേ എന്ന്. കർത്താവേ നീ എൻ്റെ അരികിലേക്കൊന്ന് ഓടി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവിന് തലോടിയിട്ടുണ്ട്. കർത്താവിൻ്റെ കണ്ണുനീര് തുടച്ചിട്ടുണ്ട്. കർത്താവിന് തിരുമാറിൽ എനിക്ക് വിശ്രമം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതം അനുഭവങ്ങളുടെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം തത്വചിന്തകളുടെ ജീവിതമല്ല, അറിവിൻ്റെ ജീവിതമല്ല. അനുഭവിക്കണം, ക്രിസ്തുവിനെ അനുഭവിക്കണം. ക്രിസ്തു ഏറ്റവും നല്ല സ്നേഹിതനായി തൻ്റെ രക്തം കൊണ്ട് നിങ്ങളെ കഴുകുവാൻ മനസ്സിലുള്ളതായി ഒരു ശോഭനമായ ഭാവി നിങ്ങൾ തരുവാനായി ഇതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. മകനെ നീ ഇനിയും തളർന്നു കിടക്കണ്ട, മകളെ നീ ഇനിയും വിഷമിച്ച് കഴിയേണ്ട.
നല്ല കാലം നിനക്ക് തരികയാണ്. നല്ല കാലങ്ങൾ, ആനന്ദത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാലങ്ങൾ തരികയാണ്. ആനന്ദ ഐശ്വര്യം എഴുതുന്ന മാസാബ്ദങ്ങൾ തരികയാണ്. ആനന്ദ ഐശ്വര്യം എഴുതുന്ന മാസാബ്ദങ്ങൾ. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? തലകളെ നമുക്ക് ഉണക്കാം, കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവാണ് ഈ ജനത്തെ കൂട്ടിവരുത്തിയെന്ന് വിശ്വസിക്കുന്ന കർത്താവേ, ഈ ജനത്തിന് ആവശ്യമുള്ള വചനം അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ആവശ്യക്കാർക്ക് അതിൻ്റെ സ്വർഗീയമന്ന അവിടുന്ന് വിഭാഗിച്ച് കൊടുത്തതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും തഴുകണമേ, എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ കർത്താവേ. പുറം തലോടി തടവി തരുന്ന ക്രിസ്തുവിൻ്റെ വാത്സല്യമുള്ള കാര്യങ്ങളെ ആശ്ലേഷിക്കണമേ കർത്താവേ. നാഥ, അവിടുന്ന് ഓരോരുത്തരുടെ അരികിലേക്ക് വന്ന് അവരുടെ ആവശ്യങ്ങളൊന്ന് കാണണമേ. രോഗികളുണ്ടല്ലോ കർത്താവേ, രോഗസൗഖ്യം നൽകണമേ. മക്കളില്ലാത്തവരുണ്ടല്ലോ കർത്താവേ, അവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവേ. കുടുംബസമാധാനം ഇല്ലാത്തവരുണ്ടല്ലോ, കുടുംബസമാധാനം നൽകണമേ. സ്വൈര്യമുള്ളൊരു കുടുംബം നേടുവാനുള്ള ഭാഗ്യം നൽകണമേ കർത്താവേ. ഇന്ന് വന്നിരിക്കുന്ന ഈ മക്കളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ യേശു ക്രിസ്തു ജനിക്കുന്ന അത്യന്തം ശോഭനമായ അനുഭവം ലഭിക്കുമാറാകണമേ. ക്രിസ്തു ഹൃദയത്തിലുള്ളവരായി ഇന്ന് എഴുന്നേറ്റ് പോകാൻ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ ഞങ്ങൾ രാത്രിയുടെ ആളുകളാകാതെ പ്രഭാതത്തിൻ്റെ ആളുകളായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുറേ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.